താല്പര്യമില്ല. ഒരു തുണ്ടരി ഞങ്ങൾ വെള്ളത്തിലിട്ടിട്ടുള്ളോ, അപ്പൊ തന്നെ പുട്ടുണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും നമ്മള് സാധാരണ രീതിയിൽ നമ്മള് പൊടി വറുത്ത പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുക. പച്ചപ്പൊടി കൊണ്ട് ഉണ്ടാക്കി പറ്റില്ല. പൊടി കൊണ്ട് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അതും ശരി അമ്പാനെ വറുത്തോ. ഇത് മമ്മിക്ക് പറ്റിയ പണിയാ. അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും ഒരുവിധം സുഖത്തോടെ പോണു. പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോവാണ്. പണ്ട് നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കണമെങ്കിലും വീട്ടിൽ തന്നെ നമ്മൾ പൊടികൾ, അതായത് പുട്ട്, നൂലപ്പം, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടികളൊക്കെ ശരിയാക്കിയിട്ടാണ് തയ്യാറാക്കിയിട്ടാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് മമ്മിക്കറിയാം. എന്നാലും ഇപ്പം നമ്മൾക്ക് നാളെ പുട്ടുണ്ടാക്കണം, പുട്ടുപൊടി തീർന്നു പോയി. അപ്പം നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് മമ്മി പറയേണ്ടത്. അതായത് ഒരേ പൊടി കൊണ്ട് തന്നെ നമ്മൾക്ക് പുട്ടുണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ മമ്മി വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഇനി പുട്ടുപൊടി തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മമ്മി പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ദാ ഇത് ഒരു കിലോനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. മമ്മി നാഴി കൊണ്ടാണ് അളന്നെടുത്തത്. 4 നാഴി, വലിയ നാഴിയാണ്. അപ്പോൾ 4 നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 4 നാഴി അരി നമ്മൾ എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്തിയെടുക്കണം. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട കാര്യമില്ല. 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൽ നിന്ന് വാല വയ്ക്കാൻ 1 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല. 1 മണിക്കൂർ അല്ലെങ്കിൽ അഥവാ അരമണിക്കൂറെങ്കിലും ഇതിന്റെ വെള്ളം നന്നായി വാർന്ന് കിട്ടണം. അത്രേ ഉദ്ദേശിക്കുന്നത്. 2 മണിക്കൂർ കുതിർത്ത 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കഴുകി വാർത്ത് വെക്കണ്ട. കണ്ടോ, ഇപ്പൊ മമ്മി ഇത് കുതിർത്തിയ അരിയാണ്. 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായി മമ്മി ഇത് വാലാൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഈ മിക്സിയിൽ പൊടിക്കുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പറയണത്. മിക്സിക്ക് പണി കിട്ടുമോ? മിക്സി നമ്മൾ ഓവർലോഡ് ആക്കണ്ട, കുറേശ്ശെ ഇട്ടിട്ട് നിങ്ങൾ പൊടിച്ചാൽ മതി. ഇപ്പൊ മമ്മി ഇത്ര അധികം എടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്ര അധികം എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇതിന്റെ പകുതി ആയാലും നമ്മൾക്ക് എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ കണ്ട ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മൾ തുടച്ചെടുക്കണം. ഇതിലാവശ്യത്തിനുള്ള അരി ഇട്ട് കൊടുക്കുക. ഒരുപാട് നിറയ്ക്കരുത് കേട്ടോ, പകുതി ഇട്ടാൽ മതി. പല്ല് പോവാണ്ട് നോക്കിയോളൂ. പല്ലൊന്നും പോവില്ല. അവസാനം അവര് പറയും മമ്മി ഓരോന്ന് കാട്ടിട്ട് മിക്സി കേടാക്കി നമ്മൾ ഓരലിലൊക്കെ എല്ലായിട്ട് ഇനിയിപ്പോ അവരോട് ഓരല്ലിട്ടിട്ട് ഇടിക്കാൻ പറഞ്ഞു. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. എന്നാലും ഒരു തവണയെങ്കിലും നമ്മൾ വീട്ടിൽ തയ്യാറാക്കി അതുകൊണ്ട് നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തി അല്ലേ? എനിക്ക് വലിയ സംതൃപ്തി ഒന്നും തോന്നണില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവന്നതിന് ശേഷം കാണിക്കാം കേട്ടോ. പല്ലിനൊന്നും ഒരു പ്രശ്നമില്ല. ഇന്ന് നൈസായിട്ട് വന്നേക്കണേ നോക്കിയേ. ഇതിൽ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ മമ്മി ചെയ്യാൻ പോണത് എന്താണെങ്കിൽ ഇത് കുറച്ച് കണ്യകലം ഉള്ള അരിപ്പയാണ്. അതായത് നമ്മൾക്ക് പുട്ടിനും കൂടി വേണ്ടത് കൊണ്ട് കണ്യകലുള്ള അരിപ്പയിലിട്ടിട്ടാണ് അരിക്കാൻ പോണത്. എല്ലാ പൊടിയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കണ്ട ഇതൊന്ന് നമ്മൾ അരിച്ചെടുക്കാണ്. ഈ തരിയും കൂടി നമുക്ക് ഈ പൊടിക്കണേൻ്റെ ഒപ്പം തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പം നോക്കിയേ, നമ്മൾ അരിച്ചെടുത്ത തരിയും ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് പൊടിച്ചതാട്ടാ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നോക്കിയേ, നമ്മുടെ എല്ലാ അരി പൊടിച്ച് അരിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയ്ക്കുള്ളൂ. നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് വറുത്തെടുക്കണം. അപ്പം നമുക്ക് എന്തായാലും ഇത് വറക്കാൻ നോക്കാം. അപ്പം നമ്മുടെ പൊടി വറക്കാനായിട്ട് മമ്മിയുടെ പണിശാലയിലേക്ക് ഇറങ്ങിയിട്ടാ. അതായത് ഈ സ്റ്റൗവിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. വേഗം ചെയ്താൽ ഉണ്ണിക്ക് വേഗം ഓടി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ കട്ട്ലേറ്റിനുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റ് ആട്ടോ. അതിൻ്റെ മസാല ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റേ സ്റ്റൗമ്മ വെച്ചു, പൊടി അപ്പുറത്തെ സ്റ്റൗമ്മയ്ക്കും വെച്ചു. ഇനി ഇത് വേഗമാവണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ തീ കൂട്ടിയിട്ട് വറക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞ് വേറൊരു ടേസ്റ്റായി മാറും. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. നമ്മളിത് ഇടയ്ക്ക് ഇളക്കി
തീ കൂട്ടി എങ്ങനെയാ പാകം മനസ്സിലാവാ? പാകം മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ നമ്മളിത് ഭയങ്കര തിക്കായിട്ടല്ലേ ഇരിക്കണത്. ഇനി നമ്മളിത് ഇളക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് പോവും. അതുപോലെ തന്നെ നമുക്ക് നല്ല പോലെ മൂത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലേശം എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ സിൽക്ക് പോലെ ഉണ്ടാവും. ഇങ്ങനെ എന്തെന്നാ പറയാ, അത് നമുക്കൊരു മണവും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്കറിയില്ല. അത് നമുക്ക് വറുത്ത് പിന്നെ ഒന്നല്ലെങ്കിൽ കരിയും അല്ലെങ്കിൽ മൊരിയും. ഈ പൊടിന്ന് നല്ല പോലെ ആവി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ അത് തന്നെയല്ല, പൊടി മൂത്ത ഒരു മണം നമുക്ക് കിട്ടും. ഇതെന്തായാലും കുറച്ച് സമയം എടുക്കണം. നമ്മളിത് ഇവിടെ വെച്ചിട്ട് വേറെ വഴിക്കൊന്നും പോകാൻ പാടില്ല. ഇതൊക്കെ ചൂടായി വന്നു തുടങ്ങിയിട്ടാ പൊടി ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. പൊടി കനം കുറഞ്ഞു തുടങ്ങി. മറ്റേത് പച്ച പൊടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് കനവും, നമുക്ക് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റില്ല. ശരിയാട്ടാ, മനസ്സിലാവുന്നുണ്ട്. വറുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. പിരിക്കും ചൂട് കയറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇളക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയല്ല, നമ്മൾ പെട്ടെന്ന് ഈ ചട്ടകം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പകുതി പൊടി ഇങ്ങോട്ട് തെറിച്ചു പോവും. അപ്പോൾ നമ്മുടെ പൊടി ഏകദേശം മൂപ്പാവാറായി എന്നുള്ള ലക്ഷണങ്ങളാണ് അതൊക്കെ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം ഒരു തരി പൊടി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചൂടുണ്ട് കേട്ടോ, ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നല്ല പട്ട് പോലെ ഇരിക്കും, വളരെ നൈസായിട്ട് ഇരിക്കും. അതിങ്ങനെ ഒരു സിൽക്കുമ്പോൾ തൊടുന്ന രീതിയിൽ ഉണ്ടാവും. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഉണ്ണി ചിരിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല ചൂടുണ്ട്, ചൂടുള്ളപ്പോൾ അങ്ങനെ ചെയ്ത് കൈയൊന്നും പൊള്ളിക്കേണ്ട. നല്ല മൂത്ത മണം വരും ചെയ്യും. നല്ല രീതിയിൽ എല്ലായിടത്തുനിന്നും പൊടിയിൽ ആവി കയറിയിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതായിട്ടില്ല. അപ്പോൾ ഇത് ആയിട്ടില്ല. ഇത് മൂത്ത് വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം. അപ്പോൾ ഇത്തിരി നേരം കൂടി നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പൊടി ഇവിടെ അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത മണം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇളക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കേ വേണ്ടൂ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പകർത്താൻ പറ്റില്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഉരുളിയുടെ ചൂടുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പൊടി അടി കരിഞ്ഞു പോകും. ഇത് എത്ര നാളിരിക്കും മമ്മിയ? ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ 2 മാസം ഒരു കേടും കൂടാതെ ഇരിക്കും പൊടി. പിന്നെ മമ്മി തുടക്കത്തിൽ എന്നെ പറഞ്ഞു, ഒരേ പൊടി കൊണ്ട് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ സൂത്രം വേറെ ഒന്നുമല്ല, നമ്മൾ പണ്ട് ചെയ്തിരുന്ന അതേ മെത്തേഡ് തന്നെ. ഇപ്പം മമ്മി ഇത് അരിച്ചെടുത്തത് പുട്ടുപൊടിയുടെ അരിപ്പയിലാണ്. അതായത് നല്ല അകലുള്ള പൊടി അരിപ്പയിലാണ്, കണ്ണിയകലുള്ള അരിപ്പയിലാണ് അരിച്ചെടുത്തത്. ഇപ്പം നമുക്ക് ഇന്ന് പുട്ടല്ല, നാളെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഈ പൊടിയിൽ നൈസ് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. അപ്പം നമുക്ക് നല്ല നൈസ് പൊടി കിട്ടും. അതിൽ വരണ തരി ഈ പുട്ടുപൊടിയിലേക്ക് ചേർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇനി ഞാനിത് അരിച്ച് കാണിക്കണ്ടല്ലോ. ഇല്ല, എനിക്ക് മടുത്തു. അരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് നല്ല നൈസ് പൊടിയായിട്ട് നൈസ് അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. പുട്ടുപൊടിയുള്ളത് ബാക്കിയുള്ളത് മാറ്റി വയ്ക്കാം. അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ നമുക്ക് പുട്ടാണെങ്കിൽ പുട്ടുണ്ടാക്കാം, ഇടിയപ്പാണെങ്കിൽ നൂലപ്പാണെങ്കിൽ അതും ചെയ്യാം. അപ്പം ഇത്രയ്ക്കുള്ള ഒരു തവണയെങ്കിലും മടിയൊക്കെ കളഞ്ഞിട്ട് മമ്മിയുടെ എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് മക്കള് ഒരു തവണയെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളാം.